മഴക്കാലം ഒരുപാട് അസുഖങ്ങളുടെ കൂടി കാലമാണ്. പനി, മഞ്ഞപ്പിത്തം, മസ്തിഷ്ക ജ്വരം അങ്ങനെ അസുഖങ്ങളുടെ എണ്ണം കൂടി വരുന്നു. ഈ സാഹചര്യത്തിൽ ഷിഗല്ല ഭീതി വീണ്ടും പടരുകയാണ്. എന്താണ് ഷിഗല്ല ബാക്ടീരിയ? ഷിഗല്ല വിഭാഗത്തിൽപ്പെട്ട ബാക്ടീരിയകൾ കുടലുകളെ ബാധിക്കുമ്പോൾ ഉണ്ടാകുന്ന അണുബാധയാണ് ഷിഗല്ലോസിസ് എന്നറിയപ്പെടുന്നത്. ഷിഗല്ല ബാധ എന്ന് പൊതുവെ പറയും. ഷിഗല്ലയുടെ പ്രധാന ലക്ഷണം വയറിളക്കമാണ്. ഗുരുതരമാകുമ്പോൾ ഇത് രക്തത്തോടു കൂടിയ വയറിളക്കമാകും. നിർജ്ജലീകരണമാണ് ഈ രോഗത്തെ മാരകമാക്കുന്നത്. നിർജ്ജലീകരണം നിയന്ത്രിക്കാൻ സാധിക്കാതെ പോയാൽ ഗുരുതരാവസ്ഥയും മരണവും ഉണ്ടാകും. 5 വയസ്സിന് താഴെയുള്ള കുട്ടികളെയാണ് ഈ രോഗം ബാധിക്കാൻ സാധ്യത കൂടുതൽ. എന്നാൽ കൃത്യമായ ചികിത്സയിലൂടെ രോഗത്തെ നിയന്ത്രിക്കാമെന്നതാണ് അറിയേണ്ട പ്രധാന കാര്യം. ഷിഗല്ല ബാക്ടീരിയ ശരീരത്തിൽ പ്രവേശിച്ചാൽ സാധാരണയായി 1 മുതൽ 3 ദിവസത്തിനുള്ളിൽ തന്നെ ലക്ഷണങ്ങൾ പ്രകടമാവാറുണ്ട്. വയറിളക്കത്തോടൊപ്പം രക്തവും കഫവും വരിക, വയറുവേദന, ഓക്കാനം, ഛർദി തുടങ്ങിയവ അനുഭവപ്പെടുന്നതും പ്രധാന ലക്ഷണങ്ങളാണ്. ഷിഗല്ല ബാധിച്ച ലക്ഷണങ്ങൾ ഉള്ള വ്യക്തിയിൽ നിന്ന് മലിനമാക്കപ്പെട്ട ഭക്ഷണങ്ങൾ തുടങ്ങിയവയിൽ നിന്നും ഷിഗല്ല ബാധയുണ്ടാകാം. ശീതീകരിച്ച് സൂക്ഷിക്കുന്ന ഭക്ഷ്യവസ്തുക്കളിൽ ഷിഗല്ല ബാക്ടീരിയ കൂടുതൽ കാലം ജീവിക്കാൻ സാധ്യതയുണ്ട്. വയറിളക്ക രോഗമുള്ളവർ ഭക്ഷണം തയ്യാറാക്കൽ പോലുള്ള ജോലികളിൽ നിന്ന് വിട്ടുനിൽക്കുക. മലമൂത്ര വിസർജനത്തിന് ശേഷം കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ച് നന്നായി വൃത്തിയാക്കുക. കുടിക്കാനും ഭക്ഷണം തയ്യാറാക്കാനും തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം ഉപയോഗിക്കുക. പാല്, മുട്ട, മത്സ്യം, മാംസം എന്നിവ നിശ്ചിത താപനിലയിൽ സൂക്ഷിക്കുക. നമ്മുടെ പരിസരം വൃത്തിയായി സൂക്ഷിക്കുക. കുടിവെള്ള സ്രോതസ്സുകൾ മലിനമാകാതെ സൂക്ഷിക്കുക. മലിനമായ ജലാശയങ്ങളിലെ കുളി, നീന്തൽ എന്നിവ ഒഴിവാക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് ഷിഗല്ലയെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങളിൽ പ്രധാനപ്പെട്ടവ. തിരിച്ചറിയപ്പെടാൻ വൈകുന്നു എന്നതാണ് ഷിഗല്ലയെ ഗുരുതരമാകാൻ ഇടയാക്കുന്നത്. അതുകൊണ്ട് തന്നെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയാൽ എത്രയും പെട്ടെന്ന് ഡോക്ടറെ സമീപിക്കാൻ ശ്രദ്ധിക്കണം.